പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീത രക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണൊരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരചന്ദ്രനാഥ് എന്ന് എഴുതി ഒരെണ്ണം ഇതുപോലെ ഈ ഷെൽഫിലിരിക്കുക. അതെ അതെ, എവരി കുഞ്ഞാടൻ ഹാസ് എ ഡേ എന്നല്ലേ. ഇളിച്ചോടി ഇളിച്ചോ, നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽക്കീഴിൽ വന്ന് ചുരുണ്ടു മടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ലേ നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്ക് വിളിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റ വയറിന് മാത്രമേ കഴിയൂ. എവിടെ അമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങൾക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റ ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വരാ, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങ് എടുക്ക. എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിയുടെ അടുത്തുനിന്ന്. അത് ശരിയാവില്ല സാവിത്രമ്മേ, ഇപ്പൊ റൊക്കം കച്ചവടം ഉള്ളൂ. എടാ, പണ്ട് നിന്റെ ബാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ട് തന്ന മീനിന് വല്ല കയ്യും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാതെ ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ? രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും TV സീരിയലൊന്നും അഭിനയിക്കണ്ട. സീരിയലല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതൽ ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയും അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ ചതിക്കരുത് ചേച്ചി. ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണാവില്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? TV-ക്കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നാന്ന്. ആണോ? ഒരു സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരചന്ദ്രനാഥ്. മൂത്തൊരാളുണ്ട്, പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ, എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, നിങ്ങൾ ക്യാമറ റെഡി ആയിക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോറല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേന്ന് തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ ഒരു 2 മിനിറ്റ്. നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ, ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ടുസാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ? ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ തുടങ്ങാം. അല്ല, എന്താ പറയണ്ടേ? ഓ, എന്തൊരു സ്ത്രീയാ അവര്. പട്ടുസാരി കിട്ടിയിട്ട് അടങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചയ്ക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ് എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ്, മഹാനാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്? ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേൾക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയേയില്ല. ഇത് മതി. ഇവരുടെ ഈ കത്തി നാട്ടുകാരെ കേട്ടാ മാഷെ പറ്റിയുള്ള എല്ലാ ഇംപ്രഷൻ പോകും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കരൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരലിന്റെ കണ്ടീഷൻ മോശമാകുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി. സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു ഉഷാറുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കണ്ടല്ല. സോജാ രാജകുമാരി സോജാ സോജാ. നമസ്കാരം, ഞാൻ സൈഗാൾ യൂസുഫ്. സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയിരുന്നതുകൊണ്ട് മൂപ്പര് തന്നെ എനിക്ക് കിട്ടുന്ന പേരാ സൈഗാള്. പണ്ട് മൂപ്പരുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ. അതൊരു കാലം. 4 തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാ. റെക്കോർഡിംഗ് തിയേറ്റർ ചെല്ലുമ്പോ ഒച്ച പണി മുടക്കും. അങ്ങനെ പണി മുടക്കി മൂപ്പർ പറഞ്ഞു, നീ ഇനി പാടണ്ടാന്ന്. ഇത് ലൂയി ആൻഡ്രൂസ് പെരേര.
രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിളാണ്. സർ, ഉം? രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ആ സാറിനെ കാണണമെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയും. ആ. അനീഷ്, ആ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ആ, ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? ആ, റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു program- നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര്. അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറി മുറിച്ച് എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ. അമ്പതിനായിരം വെച്ചാൽ നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്യും. അപ്പൊ ഒരു 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? ഇതാരത്? പ്രൊഡ്യൂസറാ? ആ, പ്രൊഡ്യൂസർ ആണല്ലേ. സാറെപ്പോഴല്ലേ ഒന്നുള്ളൂ. ഇത് ഞങ്ങൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല, ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങി കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമായി. അല്ലേ തന്നെ നേരില്ല. അനീഷ, ക്യാമറ അകത്തേക്ക് കൊണ്ടു. നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാ. അല്ലാതെ സാറങ്ങനെ ചൂടായിട്ട് പോകേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിനൊരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല, റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 20,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ, സന്തോഷം. അല്ല, സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല, അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ? നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് ഞാൻ അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയലൊന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെല്ലേ, ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതിൽ തണ നമ്മുടെ വലിപ്പം വേവൂല. നീ ഒന്ന് ചെന്നേ. 1,500. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രി നിന്ന് ഭാസ്കരേട്ടൻ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്നിട്ട് അമ്മ ഇപ്പൊ നടക്കടാ. എന്താടത്? ഇതറിയെങ്കിൽ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിങ്ങക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയ ബില്ലോ? എന്ത് ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ.
യൂറിൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കണം. ഇത്രക്ക് നേരോ ഒന്ന് പുറത്തിറങ്ങിയ ഭാസ്കരന് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവന്റെ കാറ്റ് പോറായി. കയ്യിൽ കാശിന്റെ 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്. ലാലപ്പ, നിന്റെ വല്ലതും ഉണ്ടാടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തകാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ജെന്നിഫറിനൊന്ന് വിളിച്ചാലോ? ആ, ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുമെന്ന്. സച്ചേട്ടൻ ധൈര്യമായിട്ട് വിളിക്കും. ഹലോ, ആ ഉണ്ട്. ദാ ജെന്നിഫറിന്റെ ഫോൺ. ഹലോ, ഹാ എന്ത് പറ്റിയൊന്ന് വിളിക്കാൻ? ഒരു 1.25 രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ? ഓ, അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്. പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാനുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ? വേണ്ട, കണക്ക് കൃത്യമായിട്ട് പാട്ട് സേട്ടിന്റെ കടയിലെ ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 150 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1375 രൂപ 50 പൈസ ഉണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10,000 കോടി രൂപ കടത്തില്ല. അതിന്റെ ഇടയിലെ പിച്ച കാശ്. അത് നാണക്കേട്, നമ്മുടെ നാടിന് തന്നെ നാണക്കേടല്ലേ? അതുകൊണ്ട് എഴുതി തള്ളിയേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതി തള്ളാൻ ഒക്കില്ലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ലാലപ്പന അങ്ങോട്ട് വിടേ. മോള് പെട്ടെന്ന് കൊടുത്തു വിടട്ടാ, ഞാൻ വെക്കാണേ. അയ്യോ വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ. ഉണ്ട് 360 റുപ്പീസ്, പെട്ടെന്ന് കൊടുത്തു വിടണേ. അപ്പൊ മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാല്ലേ? മര്യാദക്ക് സംസാരിച്ച ബില്ലിന്റെ ബാക്കി താൻ വേണ്ടെന്ന് നോക്കിയോ? പോയി വാങ്ങിച്ചിട്ടോ ലാലപ്പ. പെൺകുട്ടിയുടെ വായി നോക്കിക്ക. എന്താ പേര്? വേം വിട്ടോ. ആ എന്നാ വിട്ടോ. എങ്ങോട്ടാ? അല്ല പാട്ടിസേറിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. ആ ചെല്ല്. ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? കുറച്ചു ദിവസം വീട്ടിൽ കിടന്നു. ഞാനൊന്ന് കേറി തുറന്ന് പോയിക്കോളാന്ന്. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലേ? അങ്ങോട്ട് കയറി. എടോ, പോണ വഴിയിൽ പല ബോർഡും കാണും, നിർത്താനും പറയും. വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയ? അല്ല ആരെങ്കിലും വട്ടം ചാടുമ്പോ നിർത്താവോ? ചേച്ചി ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചോണേ, ആ ഗ്യാപ്പിൽ പുറത്തേക്കാണ്. അപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ, എവിടേക്കാ? നിർത്തിയടാ. നിർത്തിയെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസമായില്ലേ? ശരി, വേണ്ട. ഡോ വണ്ടി ഉണ്ടോ? പോണ പോക്കിന് ബ്രേക്കിലെങ്ങ കാല് വെച്ചാ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയി കിടക്കട്ടെ. ആ ചെല്ല്. ഭാസ്കർ അങ്ങോട്ട് കേറിയില്ലേ? ഉന്തിത്തള്ളി വിട്ടതാ. വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നാലേ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും. ഇനിയും തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഡോക്ടർ പറഞ്ഞേക്കണം. ആശുപത്രിയില് കാശ് കുറെ ആയിണ്ടാവൂലേ? ഇവിടെയുള്ള ചിൽഡ്രനൊക്കെ തപ്പിപ്പറക്കി കൊടുത്താക്കാന്ന് കരുതിയപ്പോ ഓട്ടോറിക്ഷക്ക് തികയൂല. സേട്ടുപ്പാപ്പയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും. ഫാക്ടറിയിൽ സമരം നീളുള്ള കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഹേടോ, മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ? 10-60 ദിവസം ആയല്ലോ. സമരസഖാക്കൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുക. ആ മാസം വട്ടുവത്തിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിലാ ആശുപത്രിയും ചികിത്സയും. അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഏർപ്പാടിനോട് സ്ഥലം കൊടുക്കരുത്. ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ലൂ ഇത് നിർത്തോടോ. വഴി കൂടെ ഇറങ്ങി കിടന്ന് വല്ല അപകടവും പറ്റണ്ടെന്ന് വിചാരിച്ചാ ഞാനൊന്നും മിണ്ടാത്ത്. പിന്നെ പോലെ തലയിൽ കയറുമ്പോ ഇടക്ക് ക്ലാർനെറ്റിൽ 4 പിടുത്തു കേക്കാ. രവീന്ദ്രനാഥിന്റെ പഴയ സംഘം TV ക്യാമറയുടെ മുമ്പിൽ മതിമറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലോ. എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള്? അനശ്വര പ്രതിഭ, ഭാവഗായകൻ, സംഗീത മാന്ത്രികൻ. ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയ അയാളുടെ ജീവചരിത്രം കംപ്ലീറ്റ് ആവൂടോ. ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത 2 ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന്. ചങ്ങാതിമാരും അതൊന്നും വാഴ്ത്തി പാടിയില്ലേ? കലാകാരന്മാർ സൽഗുണസമ്പന്നരായിട്ട് ആർക്ക് എന്ത് പ്രയോജനം? മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കണുണ്ടല്ലോ. ഇനിയും 10-50 കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്കാൻ ആളുണ്ടാവും. അതൊന്നും നിസ്സാരല്ല, പറഞ്ഞാ നിന്റെ തലേ കേറൂല. ഓ,
ഞാനൊരു രസം കൊല്ലി. കലാകാരന്മാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.